ഡി ഇങ്ങോട്ട് വന്നേ. മുറിയിൽ നിന്നുള്ള ദേവിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് അതുവഴി പോകുകയായിരുന്ന ആൻ മുറിയിലേക്ക് എത്തി നോക്കുന്നത്. എന്താ? ഇങ്ങോട്ട് വന്നേ. എന്തിനാ? അവൾ ഭയം മറച്ചു പിടിച്ച് ചോദിച്ചു. ഇങ്ങ് വാ, എന്നിട്ടേ ആ ഫോണിങ് എടുത്തു തന്നെ. അത് കേട്ടതും അവൾ മടിച്ചു അകത്ത് കയറി ടേബിളിൽ കിടക്കുന്ന ഫോണെടുത്ത് അവൻ്റെ കൈ കൊടുത്തു. അന്നേരം അവൾ അവൻ്റെ ഡ്രസ് ചെയ്ത് നെറ്റിയിലേക്കൊന്ന് നോക്കി. അവനത് ശ്രദ്ധിച്ചിരുന്നു. സോറി. നല്ല വേദനയുണ്ടോ? മുഖം ചുളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഹേയ്, നല്ല സുഖം തോന്നുക എന്നവൻ പറഞ്ഞതും അവൾ കൂടുതലൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു. ഒന്ന് നിന്നേ. പിന്നിൽ നിന്നുള്ള അവൻ്റെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ഇങ്ങോട്ട് വന്നേ എന്നവൻ പറഞ്ഞതും സംശയത്തോടെ അവൾ അവനെ നോക്കി. ഹേയ്, ഇങ്ങോട്ട് വരാൻ എന്നും പറഞ്ഞ് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൾ വീണ്ടും തെല്ലൊരു ഭയത്തോടെ അവനരികിൽ ചെന്ന് നിന്നു. നീ ഇങ്ങോട്ട് നീങ്ങി നിന്നേ. അമ്മാവന്മാരും ചെറിയമ്മയൊന്നും നിന്നെ കണ്ടില്ലല്ലോ. ഒരു ഫോട്ടോ പോലും സെൻഡ് ചെയ്തില്ല എന്നൊരു പരാതി എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് അവരുടെ പരാതി തീർക്കാൻ വേണ്ടി ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് സെൻഡ് ചെയ്യാമെന്ന് കരുതി എന്നവൻ പറഞ്ഞതും അവനെ സംശയത്തോടെ നോക്കി. ഏയ്, ഇങ്ങ് അടുത്ത് വാ പെണ്ണെ എന്നും പറഞ്ഞ് അവളുടെ തോളിൽ കൈവച്ച് ഒരു സെൽഫി എടുത്തു. മതി, ഇനി പോയിക്കോ. അവനത് പറഞ്ഞതും അവൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി മുറി വിട്ടിറങ്ങി. പിറ്റേന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടിട്ടാണ് ദീപ് ഡോർ തുറക്കാൻ ചെന്നത്. അവൻ ഡോർ തുറന്നതും പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെയാണ് അവൻ കാണുന്നത്. ആരാ, മനസ്സിലായില്ല? ദീപ് ചോദിച്ചു. ഞാൻ ആരും ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം. അവളെ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? വിളിക്കവളെ. വന്നിരിക്കുന്നവൻ അത് പറഞ്ഞതും ദീപ് ഇപ്പോൾ വരാം എന്നും പറഞ്ഞു പോയി ജാനു അമ്മയും കൂട്ടിക്കൊണ്ട് വന്നു. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച ആൾ? ദീപ് ജാനു അമ്മയെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എൻ്റെ അമ്മൂമ്മയെ വിളിക്കാനല്ല പറഞ്ഞത്, എൻ്റെ ഭാര്യയെ വിളിക്കാനാണ്, അയാൾ പറഞ്ഞു. ആരാണ് നിൻ്റെ അമ്മൂമ്മ? ജാനു അമ്മയുടെ ആട്ടലിലെ വന്നവൻ ശരിക്കും ഞെട്ടി. ഒരു മിനിറ്റ്, നിങ്ങൾ ഉദ്ദേശിച്ച ആളെ ചിലപ്പോൾ ഇതായിരിക്കും എന്നും പറഞ്ഞ് ദീപു മുത്തശ്ശിയും കൂട്ടിക്കൊണ്ടു വന്നു. ഇതാണോ ആൾ? ദീപു മുത്തശ്ശിയെ കാട്ടി ചോദിച്ചു. ഇതൊന്നുമല്ല, അയാൾ വീണ്ടും പറഞ്ഞു. അന്നേരാണ് അകത്ത് നിന്ന് ആനും ദേവനും ശിവനും ഒക്കെ വരുന്നത്. ആനിനെ കണ്ട അയാൾ പറഞ്ഞു, ഇതാണ് എൻ്റെ ഭാര്യ. എടി, എന്നെ വേണ്ടെന്ന് വെച്ച് നീ പോയത് ഇതിനായിരുന്നല്ലേ? എനിക്ക് പണത്തിന് മാത്രമല്ലേ ഇത്തിരി കുറവുള്ളൂ. നിന്നെ പൊന്നു പോലെയല്ലേ ഞാൻ ഇത്രയും നാൾ നോക്കിയത്. എന്നിട്ട് വലിയൊരു പണക്കാരനെ കിട്ടിയപ്പോൾ നീ എന്നെ തേച്ചിട്ട് പോയി അല്ലടി. അവൻ പറഞ്ഞത് കേട്ടതും ശരിക്കും ഞെട്ടി. കൂടെ ബാക്കിയുള്ളവരും. മുത്തശ്ശി, ഇയാൾ നുണ പറയുന്നതാ, എനിക്ക് ഇയാളെ അറിയില്ല. ദേവേട്ട, സത്യമായിട്ടും എനിക്ക് ഇയാളെ അറിയില്ല. അവനെ നോക്കി അവൾ കണ്ണു നിറച്ച് പറഞ്ഞു. അത് കേട്ട് ദേവൻ വന്നവന് നേരെ തിരിഞ്ഞു. ഡോ, ഈ നിൽക്കുന്നതേ നിന്റെ ആരാന്നാ പറഞ്ഞത്? എൻ്റെ ഭാര്യ. ഇവൾ എന്നെ പറ്റിച്ചിട്ടാ ഇപ്പോൾ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. വൈകാതെ തന്നെയും പറ്റിക്കും. ഇല്ല ദേവേട്ട, എനിക്ക് ഇയാളെ അറിയില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു തോവി. ഡോ, എൻ്റെ വീട്ടിൽ കയറി വന്നേ എൻ്റെ ഭാര്യയെക്കുറിച്ച് അപവാദം പറയുന്നോടാ. ഞാൻ പറഞ്ഞത് സത്യ, വിശ്വാസം ഇല്ലല്ലോ നോക്കിക്കേ എന്നും പറഞ്ഞ് അവൻ കയ്യിലുള്ള ഒരു കവറെടുത്ത് ദേവന് നേരെ നീട്ടി. അത് തുറന്നു നോക്കിയ ദേവന്റെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. അത് മറച്ചു പിടിച്ച് കൃത്രിമ ദേഷ്യം കാട്ടി. അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടതും ശിവൻ അവനോട് ഫോട്ടോ വാങ്ങി നോക്കി. ആനും ആവെന്ന് അവനും തോളി കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് അതിലുണ്ടായിരുന്നത്. അത് കണ്ടതും ശിവൻ മുത്തശ്ശിയൊന്ന് നോക്കി. നിങ്ങൾ നോക്ക്, എന്നിട്ട് പറ ഞാൻ പറഞ്ഞത് കള്ളാണോന്ന്. ആ ഫോട്ടോ ശിവന്റെ കയ്യിൽ നിന്ന് വാങ്ങി വന്നവൻ മുത്തശ്ശിയുടെ കൈ കൊടുത്തു. മുത്തശ്ശി അതിലേക്ക് നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. അത് കണ്ട് ആൻ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങി നോക്കി. അത് കണ്ടതും അവൾക്ക് കഴിഞ്ഞ ദിവസം ദേവനെടുത്ത സെൽഫിയോട് സാമ്യം തോന്നി. ബാക്ക്ഗ്രൗണ്ടും ഡ്രസ്സിൻ്റെ കളറും മാറ്റിയിട്ടുണ്ട്. പിന്നെ ദേവന്റെ തല മാറ്റി അവിടെ വന്നവൻ്റെ തല ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായി എഡിറ്റിംഗ് പണിയെടുത്ത് ഒപ്പിച്ച ഫോട്ടോ ആണ് ഇതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കണ്ണീരോടെ ദേവനെ ഒന്ന് നോക്കി. അവൾക്ക് മനസ്സിലായി ദേവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അന്നേരാണ് ശിവൻ ആ ഫോട്ടോയിലെ കയ്യിൽ കെട്ടിയ വാച്ചും ദേവന്റെ വാച്ചും ശ്രദ്ധിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെ. വന്നവൻ്റെ വാച്ചാണെങ്കിൽ മറ്റൊന്നും. ഇതിലെന്തോ ഉടായ്പ മണക്കുന്നല്ലോ എന്ന് മനസ്സിലാക്കി ശിവൻ വന്നവനോട് പറഞ്ഞു. ശരി, ഇവൾ നിന്റെ ഭാര്യ ആയിരുന്നെന്ന് പറയുന്നു. എന്താണ് ഇവളുടെ പേര്? അത് കേട്ടതും വന്നവനും ദേവനും ശരിക്കും ഞെട്ടി. അത് അവൻ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. അന്നേരം മുത്തശ്ശി ഇടപെട്ടു. പറയടാ, എന്താ അവളുടെ പേര്? അത് ഞാൻ ഇവളെ പല പേരിൽ വിളിക്കും, ചക്കരെ, പൊന്നെ എന്നൊക്കെ. അടയും ചക്കരയൊക്കെ അവിടെ നിൽക്കട്ടെ, ഒറിജിനൽ പേര് പറ. ഇത്തവണ ദീപു ആണ് പറഞ്ഞത്. വന്നവൻ ദേവനെ ഒന്ന് നോക്കി. അവനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി. അവൻ മുറ്റത്തെ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആനയുടെ പ്രതിമയിലേക്ക് കണ്ണുകൊണ്ട് കാണിച്ചു. അത് കണ്ടതും വന്നവൻ ചാടിക്കയറി പറഞ്ഞു, ആന എന്ന ഇവളുടെ പേര്. ഇത് കേട്ടതും ദേവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ആനയല്ല, പുലി. ഡോ, മനുഷ്യന്മാർക്ക് ആരെങ്കിലും ആന എന്ന് പേരിടോ?
ദീപു അവനെ നോക്കി ചോദിച്ചു. ഇടും, ഞങ്ങളെ മൃഗസ്നേഹികളും പക്ഷിസ്നേഹികളുമാണ്. എൻ്റെ അമ്മയുടെ പേര് മയിലെന്നാ, അനിയത്തിയുടെ പേര് കുയിൽ, അച്ഛൻ്റെ പേര് നാഗപ്പൻ എന്നും തൻ്റെ പേര് മൂഷികൻ എന്നും ആയിരിക്കുമല്ലേ? ദീപു ചിരിയോടെ പറഞ്ഞു. ഡോ, ഇവളുടെ പേര് എന്തായാലും ആനയൊന്നുമല്ല. തനിക്കൊരു ചാൻസ് കൂടി തരാം എന്ന് ശിവൻ പറഞ്ഞപ്പോൾ അവൻ ദേവനെ വീണ്ടും നോക്കി. അത് ശിവൻ കാണുകയും ചെയ്തു. അന്നേരാണ് ആ വന്നവനെ ദേവൻ കെട്ടിയത് ഒരു ക്രിസ്ത്യൻ കൊച്ചിനാണെന്ന് ഓർമ്മ വന്നത്. രണ്ടും കൽപ്പിച്ച് വായിൽ കിട്ടിയ പേരങ്ങ് പറഞ്ഞു. അൽഫോൺസ, അതാണ് അവളുടെ പേര്. അൽഫോൺസ് അല്ല, മദർ തെരേസ. മുത്തശ്ശി ഇവന് ഏതോ ഫ്രോഡാണ്, പോലീസിനെ ഏൽപ്പിക്കാൻ വേണ്ടത് എന്ന് ദീപ് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു, വിളിയുടെ ശിവ പോലീസിനെ. അന്നേരം വന്നവൻ, ദൈവമേ ഞാൻ പെട്ടു എന്നും മനസ്സിൽ പറഞ്ഞു ദേവനെ ഒന്ന് നോക്കി. അന്നേരം ദേവൻ കയറി ഇടപെട്ടു. വേണ്ട മുത്തശ്ശി, ഇവൻ്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞു അവൻ്റെ കോളറും പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഗേറ്റിന് വെളിയിലെത്തി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ദേവൻ അവൻ്റെ കോളറിൽ നിന്നുള്ള പിടിവിട്ടു പറഞ്ഞു. ഡ പട്ടി രതീഷേ, നിനക്ക് ഇത്രയും വിവരമില്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആനയാണത്രേ. എടാ ആൻ, അതാണ് അവളുടെ പേര്. അതിനിടയിൽ ഒരു മയിലും കുയിലും. സൂപ്പർ. എന്ത് വിവരമില്ലെന്ന് എല്ലാം പറയുന്നതിന് കൂടെ പേരും കൂടി പറയണമായിരുന്നു. എന്നിട്ട് എൻ്റെ മെക്കിട്ട് കയറുന്നു. നീ ആ പെണ്ണിനെ അങ്ങ് സ്നേഹിച്ചാൽ മതി. എന്തൊരു ചന്തമുള്ള കൊച്ച. അതൊന്നും നീ ശ്രദ്ധിക്കണ്ട, ചന്തം മാത്രം ഉണ്ടായാൽ പോരല്ലോ. പിന്നെന്താ, ഗന്ധം കൂടി വേണം. അതിനെത്തിരി സ്പ്രേ അടിച്ചാൽ പോരെ. ഒന്ന് പോടാ, നിന്റെ ഓരോ ഓവർ ആക്ടിങ്ങും എക്സ്പ്രഷനും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നീ കോളാക്കി കൈ തരുമെന്ന്. പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. ആ ശിവന് ചെറിയ സംശയമുണ്ട്. ദേവൻ അത് പറഞ്ഞതും രതീഷ് എന്ന അവൻ്റെ കൂട്ടുകാരൻ ജീവനും കൊണ്ടോടി. ഗേറ്റ് അടിച്ച് ദേവൻ തിരിയുമ്പോഴാണ് ശിവൻ മുന്നിൽ വന്ന് നിന്നത്. തൊട്ടു പിന്നാലെ ദീപവും. അവരുടെ നോട്ടത്തിന് മുഖം കൊടുക്കാതെ ദേവൻ പെട്ടെന്ന് അകത്ത് കയറാൻ നേരാണ് ദീപ് പറയുന്നത്. ഞങ്ങളും മിന്നാരം പോയി കണ്ടതാ. മുത്തശ്ശിയും കണ്ടു കാണും. ഏട്ടത്തി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അന്നേരം അത്രയ്ക്കും ടെൻഷൻ ആവില്ലല്ലോ. പക്ഷേ ഇത്രയൊക്കെ ദേവേട്ടൻ പ്ലാൻ ചെയ്യാൻ നേരം ആ വന്നവന് കൂടി സിനിമ കാണിക്കായിരുന്നു. ഇല്ലെങ്കിൽ ഇത്രയും മട്ടർ ഫ്ലോപ്പ് ആവില്ലായിരുന്നു. പോടാ എന്നും പറഞ്ഞ് ദേവൻ അകത്ത് കയറിപ്പോയി. എന്തൊക്കെയോ കണക്കുകൂട്ടലുമായി ദേവൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ആകെ നാണക്കേടായി. മുത്തശ്ശിയാണ് ഇവിടെ പ്രശ്നം. മുത്തശ്ശി പോയാൽ അവൾ എങ്ങനെയും പറഞ്ഞു വിടാം. മുത്തശ്ശി പോവണമെങ്കിൽ ഞാനും അവൾ ഒന്നാവണം. ഒന്ന് കളം മാറ്റി ചവിട്ടി നോക്കിയാലോ? അവളോട് എനിക്ക് സ്നേഹമാണെന്ന് മുത്തശ്ശിക്ക് തോന്നിപ്പിക്കണം. അതിനവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കണം. അത് കണ്ട് മുത്തശ്ശിയുടെ മനസ്സ് നിറയണം. അതോടെ മുത്തശ്ശി അവിടെ നിന്ന് പൊയ്ക്കോളും. തൊട്ടടുത്ത ദിവസം അവളെയും അടിച്ചിറക്കി പുണ്യാഹം തളിക്കണം. യെസ്, അത് തന്നെ. അങ്ങനെ ഓരോന്ന് വിചാരിക്കുമ്പോഴാണ് ആരുടെയോ കാൽപെരുമാറ്റം കേൾക്കുന്നത്. മറ്റാരുമല്ല, ആനായിരുന്നത്. ആള് വന്നതും ദേവനെ ദഹിപ്പിച്ച് നോക്കി. എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? നിങ്ങൾ ഇത്രയും തരം താഴുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കഷ്ടം. ആ ഫോട്ടോ എടുപ്പ് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഉപദ്രവിക്കരുത് പ്ലീസ്. മുത്തശ്ശി പോയി കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം. അതുവരെ നിങ്ങളെന്നെ സഹിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. അന്നേരമാണ് അവളുടെ സാരിയുടെ മുന്താണിയിൽ ആരുടെയോ പിടി വീണത് പോലെ അവൾക്ക് തോന്നുന്നത്. അവളുടെ ശരീരം വെട്ടി വിറക്കാൻ തുടങ്ങി. ഇയാൾക്ക് ഇത് തന്നെയാണോ പണി? തന്നോട് ഒരിറ്റ് സ്നേഹം പോലുമില്ല, പക്ഷെ ഇതൊക്കെ ആവാം എന്നും മനസ്സിൽ കരുതി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ദേവേട്ട വേണ്ട കേട്ടോ, സാരി വെട്ടേ, ചുമ്മാ കളിക്കല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. വേറെന്തും ഞാൻ ക്ഷമിക്കും, പക്ഷെ ദേ എൻ്റെ ശരീരത്തിൽ തൊട്ടാലുണ്ടല്ലോ ഞാൻ ഒന്നുകൂടി തലതല്ലി പൊട്ടിക്കൂട്ടോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവനിൽ നിന്നും ഒരു പ്രതികരണവും കാണാത്തതുകൊണ്ടാണ് അവൾ തിരിഞ്ഞു നോക്കുന്നത്. അന്നേരമാണ് അവൻ്റെ വാച്ചിൻ്റെ കൊളുത്തിൽ സാരി കുടുങ്ങിക്കിടക്കുന്നത് കാണുന്നത്. അത് കണ്ടതും അവൾ ചമ്മിയ മുഖത്തോടെ അവൻ്റെ മുഖത്തേക്കും വാച്ചിലേക്കും മാറി മാറി നോക്കി. അവളുടെ അന്നേരത്തെ അവസ്ഥ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ചിരിച്ചാൽ തൻ്റെ വില പോവും എന്ന് കരുതി അവളെ തുറച്ചു നോക്കി. സോറി, ഞാൻ അറിയാതെ എന്നും പറഞ്ഞ് അവൻ അരികിലേക്ക് നടന്നു. പ്ലീസ് ദേവേട്ട, അതൊന്നും എടുക്കോ? വേണേ എടുത്തോ, എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവൻ പറഞ്ഞു. അന്നേരം അവൾ മടിച്ച് അവനരികിൽ ചെന്ന് വാച്ചിലെ കൊളുത്തിൽ നിന്നും സാരി വിടുവിച്ചു. ഇതാണ് പറ്റിയ അവസരം. ഇത്തിരി ഒന്ന് റൊമാൻറ്റിക്കായി അഭിനയിച്ചേക്കാം. തൽക്കാലം ഒരു നോട്ടം അങ്ങ് കൊടുത്തേക്കാം. പെട്ടെന്ന് കയറി ഓവർ റൊമാൻസ് കളിച്ചാൽ സംശയം തോന്നും. ദേവൻ അതും വിചാരിച്ച് അവളുടെ പ്രവൃത്തി നോക്കി നിന്നു. സാരി എടുത്തു മാറ്റി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതും അവൾ കാണുന്നത് തന്നെ ഇമച്ചിമാതെ നോക്കുന്ന ദേവനെയും. ആ നോട്ടം അത്ര പന്തിയല്ലല്ലോ എന്ന് കരുതി അവൾ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അവിടെ നിന്ന് പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ തനിക്ക് നേരെ പാറി വീഴുന്ന അവൻ്റെ നോട്ടം അവൾ ശ്രദ്ധിക്കാതിരുന്നില്ല. ആ നോട്ടം ഒരുപോലെ അവളിൽ സന്തോഷവും സംശയവും നിറച്ചു. ഒരു ദിവസം ആൻ ഹാളിലെ ദേവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോസൊക്കെ പൊടി തട്ടി വൃത്തിയാക്കുമായിരുന്നു. കസേരയുടെ മുകളിൽ കയറിയാണ് അവളെ പൊടിയൊക്കെ തട്ടിക്കളയുന്നുള്ളത്. അന്നേരമാണ് പുറത്തോട്ട് പോയ ദേവൻ കയറി വരുന്നത്. അവൻ്റെ പിറകിലായി ശിവനും ദീപവും ഉണ്ട്. രണ്ടുപേരും അകത്ത് കയറാൻ നേരം
സിറ്റ് ഔട്ടിൽ നിന്ന് ജാനു അമ്മയുടെ ഭർത്താവിനോട് സംസാരിക്കുകയാണ്. അകത്ത് കയറിയ ദേവൻ കാണുന്നത് കസേരയുടെ മുകളിൽ കയറി കാര്യമായി ജോലി ചെയ്യുന്ന ആനിയാണ്. അന്നേരാണ് അവൻ അവളുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത്. അവളുടെ ചുരിദാറിന്റെ സിബ് ഇളകി കിടപ്പുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം പുറവും ഇന്നർവെയറൊക്കെ കാണാം. ഏന്തി വലിഞ്ഞ് ജോലി ചെയ്യുന്നത് കൊണ്ട് ഇപ്പം മുഴുവനും ഊരു എന്ന അവസ്ഥയിലാണുള്ളത്. മുടി മുഴുവൻ എടുത്ത് പൊക്കി വെച്ച് ക്രാബിട്ട് കെട്ടിവെച്ചതുകൊണ്ട് ബാക്ക് ഭാഗം എല്ലാം നല്ല പോലെ കാണാം. ഈ പെണ്ണ് സീൻ പിടിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുവാണോ? രണ്ടും ഇപ്പം ഇങ്ങോട്ട് കയറി വരും. സ്വാഭാവികമായും ആരായാലും ഇങ്ങോട്ട് നോക്കിപ്പോവും. ഇനി എന്താ ചെയ്യുക? കൂടുതൽ ചിന്തിച്ചിരിക്കാൻ സമയമില്ലല്ലോ എന്ന് കരുതി അവൻ പെട്ടെന്ന് അവളുടെ അരികിൽ ചെന്ന് കസേരയിൽ കയറി നിന്നു. ആരുടെയോ സാമീപ്യം മനസ്സിലായതും അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കി. അവൾ പെട്ടെന്ന് വീഴാനാഞ്ഞതും ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇപ്പം ഇവിടെ വന്നത്? നാട്ടുകാരെ കാണിക്കാൻ ഇറങ്ങിയിരിക്കുവാണോ? എന്താ? എനിക്ക് മനസ്സിലായില്ല. കുന്തം എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് സിപ്പിടാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് സംഭവം പിടികിട്ടിയത്. അപ്പോഴാണ് പിറകിൽ നിന്നും ദേവേട്ടൻ അവിടെ എന്ത് ചെയ്യുക എന്നുള്ള ദീപുവിൻ്റെ ചോദ്യം കേട്ടതും ദേവൻ അവളുടെ സിപ്പ് മുഴുവനായി ഇടാൻ നോക്കി. അന്നേരം ദേവന്റെ പ്രതികരണം ഒന്നും കേൾക്കാത്തതുകൊണ്ട് ശിവനും ദീപവും അടുത്തു വന്നു. അന്നേരം ദേവൻ അവളുടെ മുടിയിലെ ക്രാബ് എടുത്ത് മാറ്റിയതും അവളുടെ ബാക്ക് ഭാഗം മുടി കൊണ്ട് കവറായി. അപ്പോഴാണ് അവനരികിൽ ആനുമുണ്ടെന്ന് ഇരുവരും അറിയുന്നത്. ദേവനെയും ആനിനെയും പരസ്പരം പുണർന്നു നിൽക്കുന്നത് കണ്ടതും ദീപുവിനും ശിവനും എന്തോ ചമ്മൽ തോന്നി. പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ അവർ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. ദേവൻ അവളെ കടുപ്പിച്ചൊന്ന് നോക്കി. താങ്ക്സ്, അവൾ പതിയെ പറഞ്ഞു. അവർക്ക് ഒളിഞ്ഞു നോക്കുന്ന ശീലമൊന്നുമില്ല. നീ ആയിട്ട് കാണിച്ചേ അടങ്ങും എന്നാണോ? ഇന്നത്തോടെ നിർത്തിയേക്കണം ഈ തുടക്കലും കൊട്ടലൊക്കെയും. അതിന് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നും പറഞ്ഞ് അവളിൽ നിന്നുള്ള പിടിവിട്ട് അകന്നു മാറി. മുറിയിൽ ചെന്ന് ഷർട്ട് മാറാൻ നേരാണ് ഷർട്ടിൽ പറ്റിയിരിക്കുന്ന കുങ്കുമം കാണുന്നത്. അവളുടെ നെറ്റിയിലെ സിന്ദൂരാണ് അതെന്ന് അവന് മനസ്സിലായിരുന്നു. തൻ്റെ നെഞ്ചോളം മാത്രമേ അവൾക്ക് പൊക്കുള്ളൂ. ഇനിയിപ്പോൾ ഒരുമിച്ച് പോയാൽ തൻ്റെ മോളാണോ എന്ന് വരെ ചോദിച്ചേക്കാം. അന്നേരം അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ സംഭവത്തിന് ശേഷം അവൻ ദേവന്റെ മുന്നിൽ ചെന്ന് പെടാറേയില്ല. അവൻ്റെ തലവട്ടം കണ്ട ഓടി ഒളിക്കും. ഒരു ദിവസം മാൻ സ്റ്റെയർ ഇറങ്ങാൻ നേരാണ് നേരെ ദേവന് മുന്നിൽ ചെന്ന് പെടുന്നത്. പതിവിലധികം ആ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. അവൻ കയറി വരുന്നത് കണ്ടതും അവൾ ഒന്ന് ഒതുങ്ങി നിന്ന് വഴിമാറി കൊടുത്തു. അവൾക്ക് മുഖം കൊടുക്കാതെ അവൻ മുകളിലോട്ട് കയറിപ്പോയി. ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയപ്പോൾ അവൾക്ക് എന്തോ ഒരു വിഷമം തോന്നി. തന്നോട് ഒരിറ്റ് പോലും സ്നേഹമില്ലാത്ത ആളുടെ സാമീപ്യവും നോട്ടവും താൻ എന്തിനാഗ്രഹിക്കുന്നു എന്നവൾ പലതവണ അവളോട് തന്നെ ചോദിക്കാറുണ്ട്. പക്ഷെ അവൾക്കതിന് ഉത്തരമില്ലായിരുന്നു. മങ്ങിയ മുഖവുമായി സ്റ്റെയർ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ പിറകിൽ നിന്ന് വിളിച്ച് പറയുന്നത്, വിരോധമില്ലെങ്കിൽ ഒരു ഗ്ലാസ് കോഫിയും കൊണ്ട് മുറിയിലേക്ക് വരാൻ പറ്റുമോ? പതിവിലും വിപരീതമായി അവൻ്റെ സ്വരം നേർത്തിരുന്നു. അതോടെ അവൾക്ക് മനസ്സിലായി ആൾക്ക് തീരെ വയ്യെന്ന്, അല്ലെങ്കിൽ എന്തോ ഒരു ടെൻഷനുണ്ടെന്ന്. കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കിച്ചണിൽ ചെന്ന് അവൾ തന്നെ കോഫി ഉണ്ടാക്കി അവൻ്റെ മുറിയുടെ വാതിൽക്കൽ നിന്നു. അകത്ത് കയറാൻ അവൾക്ക് ധൈര്യമില്ലായിരുന്നു. വാതിൽ തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ കിടക്കുകയായിരുന്നു. ഡോറിൽ മെല്ലെ ഒന്ന് തട്ടിയതും അവൻ എഴുന്നേറ്റിരുന്നു. അകത്ത് കയറാനുള്ള അനുവാദം കിട്ടിയതും അവൾ അവനരികിൽ ചെന്ന് കോഫി നീട്ടി. അവളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങാൻ നേരം അവൾ ചോദിച്ചു, വയ്യായ്ക വല്ലതുണ്ടോന്ന്? ചെറിയ തലവേദനയാണെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും അവൾക്ക് അവൻ്റെ മുഖം കാണുമ്പോൾ അറിയായിരുന്നു തീരെ വയ്യെന്ന്. ഞാൻ തല മസാജ് ചെയ്ത് തരട്ടെ, അന്നേരം ഉറപ്പായും വേദന കുറയും എന്നവൾ പറഞ്ഞു. അവനത് നിഷേധിച്ചുവെങ്കിലും അവളത് ശ്രദ്ധിക്കാതെ അവൻ്റെ തലയിൽ കൈവച്ചു. അന്നേരം അവളെ എതിർക്കാനൊന്നും അവന് പറ്റിയില്ല. അവൾ അവൻ്റെ മുടിയിലൂടെയും നെറ്റിയിലൂടെയും മെല്ലെ വിരലോടിച്ചു മസാജ് ചെയ്യാൻ തുടങ്ങി. കോഫി കുടിച്ചപ്പോൾ തന്നെ അവന് ചെറിയൊരു ആശ്വാസം തോന്നി. അതിൻ്റെ കൂടെ അവളുടെ കൈകൾ നെറ്റിയിലും തലയിലും തീർക്കുന്ന മാന്ത്രികതയിൽ അവൻ അറിയാതെ കണ്ണടച്ചു പോയി. ഏറെ നേരം കഴിഞ്ഞാണ് അവന് മനസ്സിലാവുന്നത് കുറേ നേരമായിരിക്കുന്നു അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിട്ട്. മതി, ഇനി പൊയ്ക്കോ. അവളുടെ മുഖത്ത് നോക്കാതെ അവൻ അത് പറഞ്ഞു. ബെഡിൽ കിടന്നു. ഒരു നന്ദി വാക്ക് പോയിട്ട് സ്നേഹത്തോടൊരു നോട്ടം, അത് മതിയായിരുന്നല്ലോ. അതുപോലും തന്നില്ലല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കി നടന്നതും അവൻ കണ്ണടച്ച് കിടന്നിരുന്നു. രാവിലെ അടുക്കളയിൽ മുത്തശ്ശികൾ ഓട്സ് റെഡിയാക്കുവാണ് ആൻ. അന്നേരമാണ് ജോഗിങ് കഴിഞ്ഞ് ദേവൻ വരുന്നത്. അടുക്കളയിൽ നിന്ന് കാര്യമായി എന്തൊക്കെയോ ചെയ്യുന്ന ആനിനെ കണ്ടതും അവൻ ഒരു നിമിഷം എന്ന് ഓർത്തു. ശേഷം അവളുടെ അരികിൽ പതിയെ ചെന്നു. തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അവൻ അവളെ കണ്ടിരുന്നില്ല. അവളുടെ കാതോരം പതിയെ ഒന്ന് ഊതിയ ശേഷം പറഞ്ഞു, താങ്ക്സ്. അവളുടെ കാതിൽ അവൻ്റെ ചുടുനിശ്വാസം പറഞ്ഞതും ഒരു പിടച്ചിലൂടെ അവൾ തിരിഞ്ഞു. തൊട്ട് പിറകിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും അവളിൽ വിറയലുണ്ടായി. എന്താ? ഇന്നലെ ഒരു താങ്ക്സ് പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ശരി. എന്ത് ശരിയെന്ന്? ഒന്നുമില്ല. ഇന്നലെ തന്നില്ലേ അതുപോലെയുള്ള ഒരു കോഫി കിട്ടിയാൽ കൊള്ളാം. അതുപോലെ ആയിരിക്കണം, ഞാൻ മുറി കാണും എന്നും പറഞ്ഞവൻ അവിടുന്ന് പോയി. അവൻ പോയതിന് ശേഷമാണ് അവൾ ശ്വാസം നേരെ വിട്ടതുപോലും.
മുത്തശ്ശിയുടെ ഓട്സ് അവളുടെ കയ്യിൽ കൊടുത്ത് അടുക്കളയിലേക്ക് ഒരു ഓട്ടായിരുന്നു. മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കോഫിയുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ ബീൻ ബാഗിൽ ഇരുന്ന് ആരുമായോ ഫോൺ കോളിലായിരുന്നു. കൈകൊണ്ട് ആംഗ്യം കാട്ടി അകത്തോട്ട് വരാൻ പെർമിഷൻ കൊടുത്ത് അവൻ സംസാരം തുടർന്നു. അവൾ അകത്ത് കയറി അവന് മുന്നിൽ വന്നു നിന്നതും കോഫി ടേബിളിൽ വെക്കാൻ പറഞ്ഞു ഫോണിലെ സംസാരത്തിൽ മുഴുകി. അത് കണ്ടതും അവൾ കോഫി അവിടെ വെച്ച് തിരിഞ്ഞു നടക്കാൻ നേരാണ് അവൻ്റെ പിടി കയ്യിൽ വീഴുന്നത്. അവളൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും അവൻ ഫോൺ കോളിലായിരുന്നു. പക്ഷെ അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. അവളിൽ വീണ്ടും വെപ്രാളം നിറഞ്ഞു. അവൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കോൾ അവസാനിപ്പിച്ച് അവൻ അവളെ ഒന്ന് നോക്കി. പക്ഷെ കയ്യിലെ പിടി വിട്ടില്ലായിരുന്നു. പിടിവിടാതെ ടേബിളിൽ നിന്നും കോഫി എടുത്തൊന്ന് സിപ്പ് ചെയ്തു. വാവ്, സൂപ്പർ, ഇതെനിക്ക് സ്ഥിരാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അവളൊന്ന് തലയാട്ടി. ഈ കൈയൊന്ന് വിട്ടിരുന്നാലേ എനിക്ക് പോവായിരുന്നു. ഓ, അതും പറഞ്ഞവൻ അവളുടെ കയ്യിലെ പിടിവിട്ടു. സോറി, അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. എന്തിനാ? അവൾ സംശയത്തോടെ അവനെ നോക്കി. നിന്നോട് ഒരുപാട് തവണ മോശമായി പെരുമാറിയിട്ടുണ്ട്, വേണമെന്ന് വെച്ചല്ല ഒന്നും. അത് കേട്ടതും വിശ്വാസം വരാതെ അവൾ അവനെ നോക്കി. ഈ നോട്ടത്തിനർത്ഥം എനിക്ക് മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്നല്ലേ നീ ആലോചിക്കുന്നത്? നീയല്ല ആരായാലും അങ്ങനെ ചിന്തിക്കുള്ളൂ. നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? അവളൊന്ന് മൂളി. ഞാൻ ദീപുവിനോട് പറയാം, അവൻ കൊണ്ടുവിട്ടോളൂ എന്നവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയണക്കി. പോയിക്കോളൂ. കുടിച്ച കപ്പ് കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനൊരു പുഞ്ചിരി സമ്മാനിച്ച് മുറിവിട്ടിറങ്ങി. അവൾ പോയതും അവൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. തൽക്കാലം ഇത്രയും മതി. പെട്ടെന്ന് ചാടിക്കയറി റൊമാൻസ് കളിച്ചാൽ അവൾക്ക് സംശയം തോന്നും. അവൾക്ക് എന്നിൽ വിശ്വാസം തോന്നണം. അതിനുശേഷം മുറിയിലേക്ക് ക്ഷണിക്കാം. വിശ്വാസം ഇല്ലാതെ അവൾ മുറിയിൽ വരാൻ കൂട്ടാക്കില്ല. ഒരുമിച്ച് ഒരു മുറിയിൽ വരെ എത്തിയ മുത്തശ്ശി കരുതിക്കോളും ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന്. അതോടെ മുത്തശ്ശി ഇവിടുന്ന് പൊയ്ക്കോളും. അതിനിടയിൽ എനിക്ക് അവളോടുള്ള സ്നേഹം കണ്ട് മുത്തശ്ശിയുടെ മനസ്സ് നിറയണം. അതിനിത്തിരി റൊമാൻസ് കളിച്ചേ പറ്റൂ. പക്ഷേ കൺമുന്നിൽ അവളുടെ നിഷ്കളങ്കമായ മുഖവും ആ പുഞ്ചിരിയും തെളിഞ്ഞപ്പോൾ ഹൃദയത്തിൽ വല്ലാത്തൊരു കുറ്റബോധം പോലെ. താൻ പറ്റിക്കുകയാണെന്നറിഞ്ഞാൽ അവൾക്കത് സഹിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് ഇത്രയും പാവം പിടിച്ച പെൺകുട്ടികൾ കാണോ? ബിടെക് പഠിക്കുന്ന പെണ്ണ ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ പോലെ. ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ മാത്രമാണോ ഈ പാവത്താൻ ചമയൽ? ഒന്ന് ഫോളോ ചെയ്തേക്കാം. എന്തായാലും അവൾ പഠിക്കുന്നത് എൻ്റെ ഉടമസ്ഥതയിലുള്ള കോളേജിലാണല്ലോ. അതിൻ്റെ CEO ഞാനാണെന്ന് അവൾ അറിയണ്ട. ആദ്യം നിന്നെക്കുറിച്ച് ഞാനൊന്നറിയട്ടെ. മനസ്സിൽ ഒരുപാട് കണക്കൂട്ടലുമായി അവൻ ഫ്രഷ് ആവാനായി പോയി.